ബഹുമാനപ്പെട്ട മുത്തുസാറോടാണ് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്. ഇന്ന് ബ്രിഡ്കോ തുടങ്ങിയിട്ട് 25 വർഷം കഴിഞ്ഞു. സാർ, ഇന്ന് ഈ കാണുന്ന ബ്രിഡ്കോയ 25 വർഷങ്ങൾക്ക് മുന്നേ സാറിന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. ഞങ്ങൾ ഒരു ചെറിയ കഥ പറയാം. ഞാൻ ബോംബെയിലാണ് എൻ്റെ 14ാമത്തെ വയസ്സിലെത്തുന്നത്. വാപ്പാക്ക് ഹോട്ടലാണ്. എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് 93 എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ബോംബെയിലെത്തി. അന്ന് അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ട്രാവൽസ് ഞാൻ കണ്ടു. അന്ന് ഞങ്ങൾക്ക് KM ട്രാവൽസ് എന്നൊരു ട്രാവൽസാണ്. ഞാൻ ചിന്തിച്ചു, ഈ അക്ബർ ട്രാവൽസിന് എല്ലായിടത്തും ബ്രാഞ്ച് ഉണ്ട്, എന്താ KM ഇല്ലാത്തത്? സ്വാഭാവികമായിട്ടും അന്ന് തന്നെ ഞാൻ ആലോചിച്ചിരുന്നു, ഒരു സ്ഥാപനം ഇടുമ്പോൾ ഐഡിയ ഷെയർ ചെയ്താൽ അത് ഫ്രാഞ്ചൈസി ആയിട്ട് വരും, മറ്റുള്ളവരെ സഹായിച്ചാൽ നമുക്ക് വലുതാകാൻ പറ്റും. സ്വാഭാവികമായിട്ടും അംസസാറുമായിട്ട് ടൈപ്പ് ചെയ്ത് ഞങ്ങൾ ഒരു ചെറിയ സ്ഥാപനം തുടങ്ങുമ്പോൾ, 200 സ്ക്വയർ ഫീറ്റ് ഒരു ഷട്ടറിൽ സ്ഥാപനം തുടങ്ങുമ്പോൾ, അന്നത്തെ ജില്ലാ കലക്ടറാണ് ഉദ്ഘാടനത്തിന് വിളിച്ചത്. അന്ന് 7 ഉദ്ഘാടകരുണ്ടായിരുന്നു 200 സ്ക്വയർ ഫീറ്റ് ഷട്ടറിന്. പിന്നീട് ഞങ്ങളൊരു 50 സ്ക്വയർ ഫീറ്റിൽ ഒരു STD ബൂത്ത്, അന്ന് മൊബൈൽ STD ബൂത്താണ്, അതിൻ്റെ പരിപാടിക്ക് കോട്ടക്കലിൻ്റെ ചങ്കൂട്ടി മുഴുവൻ അലങ്കരിച്ചിരുന്നു. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഭ്രാന്തോന്ന്? അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇതൊരു ചെറിയ സ്ഥാപനമാണ്, ലോകം മുഴുവൻ എത്താനുള്ള ചെറിയ മരങ്ങളാണ് ലോകം മുഴുവൻ പടുക. തീർച്ചയായിട്ടും ഞങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനൊരു വിഷൻ ഉണ്ടായത് കൊണ്ട് തന്നെയാണ്. സാറ് ദുബായിൽ ബിസിനസ് ഇടാനാണ് എൻ്റെ അടുത്ത് ഫസ്റ്റ് ബോംബെയിൽ ഡിസ്കസ് ചെയ്ത്. ഞാൻ പറഞ്ഞു, ഈ സദ്ദാമിനെ പോലെ ആർക്കെങ്കിലും ഭ്രാന്ത് ഇളകിയാൽ ദുബായ് തീരും, പെട്രോൾ തീർന്നാലും ദുബായ് തീരും. ഇന്ത്യ എത്ര വലുതാണ്, എല്ലാവരും എന്തിനാണ് കേരളത്തിൽ കളിക്കണേ, നമുക്ക് ഈ ബോംബെയിലോ ഡൽഹിയിലൊക്കെ വല്ലതും ചെയ്തൂടെ എന്ന് ചോദിച്ച് സാർ ഒന്ന് സ്റ്റക്കായി. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ആദ്യം കേരളത്തിൽ തുടങ്ങാം, പിന്നെ ഇന്ത്യയിൽ എവിടെയെങ്കിലും തുടങ്ങി ഇവിടെ ബേസായിട്ട് മതി ദുബായിൽ തുടങ്ങാൻ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ചോദ്യത്തിൻ്റെ ഉത്തരം അത് തന്നെയാണ്. അന്നേ ഒരു ഗ്ലോബലി നാഷണൽ വിഷൻ ഒരു പക്ഷേ ഉള്ളിലോ അകത്തോ ഉണ്ടായത് കൊണ്ട് തന്നെയായിരിക്കും അതിൻ്റെ പിന്നിലൊരു രാജ് ഇളന്താറ്റ് എന്ന് പറഞ്ഞ്. എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു മെൻറ്റർ ഉണ്ടായിരുന്നു, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതും. ഞാനൊരു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സിവിൽ സർവീസ് എക്സാം എഴുതാൻ വേണ്ടി കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ, ജനറൽ നോളജ് ടുഡേ, ദി ഹിന്ദു, ഇങ്ങനെയുള്ള കുറേ ആ കാലത്തെ ടോപ്പ് IAS ടോപ്പേഴ്സിൻ്റെ ഇതൊക്കെ വായിപ്പിച്ചൊരു മെൻറ്റർ. അദ്ദേഹമാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. ഏറ്റവും ടഫുള്ള ബിസിനസ്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ബിസിനസ് ചെയ്യണം, ചാലഞ്ചുള്ള ബിസിനസ് ചെയ്യണം, അപ്പോഴേ എൻ്റെ കോമ്പറ്റീറ്റർക്ക് എൻ്റെ കൂടെ എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് രാജ് ഇളന്താറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെൻറ്റർ, അദ്ദേഹം എവിടെയെന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടിവേഷനുമാണ് ഒരു പക്ഷേ ഒരു ഗ്ലോബൽ വിഷൻ ഞങ്ങൾക്ക് കിട്ടിയത്. ഇന്ന് ഞങ്ങൾ അതാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾക്കും സാധിക്കട്ടെ, സാധിക്കും. നിങ്ങളത് മനസ്സിൽ പറഞ്ഞാൽ മതി. യെസ് ഐ ക്യാൻ ഒന്ന് പറയാവോ? മനസ്സിൽ പറയും യെസ് ഐ ക്യാൻ. ഒന്നുകൂടെ മനസ്സിൽ പറയും യെസ് ഐ ക്യാൻ. ഇനി ഒന്ന് ഉറക്കെ പറയാവോ? ഒന്നും കൂടെ. താങ്ക് യു വെരി മച്ച്.